So students, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറി ഓഫ് ഇക്വേഷൻസിലെ മൾട്ടിപ്പിൾ റൂട്ട്സ് അല്ലെങ്കിൽ ആൻഡ് പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് റൂട്ട്സ് ഈ ഒരു ടോപ്പിക്കാണ്. നാലാമത്തെ സെക്ഷനാണെന്ന് തോന്നുന്നു. തേർഡ് ചാപ്റ്ററിലെ നാലാമത്തെ സെക്ഷനാണ്. ടെക്സ്റ്റിലത്തെ തേർഡ് ചാപ്റ്ററിലെ നാലാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഈ ബോർഡിൽ കുറച്ച് ചെറുതാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആർക്കെങ്കിലും അത് വലിപ്പം പോരാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ മുഴുവൻ ഈ ക്ലാസ്സിൽ കൊള്ളിക്കാൻ പറ്റുകയുമില്ല, എന്നാൽ ഒരു ഹോൾ ക്ലാസ്സിന് എടുത്തു വയ്ക്കാൻ പാകത്തിന് റിമൈനിങ് ആയിട്ടുള്ളത് ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കുറച്ചധികം കാര്യങ്ങൾ ചെറുതാക്കി ഈ ബോർഡിൽ ഞാൻ ഫിറ്റ് ചെയ്യിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് റെസൊല്യൂഷനുള്ള വീഡിയോ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മൊബൈലിലൊക്കെ ആണെങ്കിൽ വലിയ സ്ക്രീനിൽ കാണാൻ ചിലപ്പോൾ ക്ലാരിറ്റി കുറയും. മൊബൈലിലൊക്കെ ആണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് പറയുന്ന ഏരിയ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഈ രണ്ട് ടോപ്പിക്കുകൾ ഈ ഒരു വീഡിയോയിൽ എടുക്കണം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് പാത്രമുള്ള ഒരു ഭാഗം ഇതിലില്ല. ഇതിൻ്റെ കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് മുഴുവൻ എടുക്കാൻ സാധിക്കില്ല. വേറെ ടോപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ റൂട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു അൽജിബ്രായിക് ഇക്വേഷൻ്റെ മൾട്ടിപ്പിൾ റൂട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ റിയൽ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആൻഡ് കോംപ്ലക്സ് റൂട്ട്സ്, അതിന് ഒരു ചെറിയൊരു തിയറം ഉണ്ട്. ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് അറിയുന്നൊരു തിയറം തന്നെയാണ്. അതിൻ്റെ ചെറിയൊരു പ്രൂഫും പിന്നെ ഈ പറഞ്ഞ മൾട്ടിപ്ലിസിറ്റി ഉള്ള റൂട്ടുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ചെറിയൊരു ടെക്നിക്ക്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രോബ്ലംസ്, ഒരു പ്രോബ്ലം ഞാനതിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ഫർദർ പ്രോബ്ലംസ് ഒന്നും അവൈലബിൾ മാത്രമല്ല, ഈ ഒരു തിയറം പഠിച്ചതുകൊണ്ട് കുറേ അധികം പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫൈൻഡിങ് എ റൂട്ട് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയുന്നത് വളരെ ടീഡിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. നമുക്ക് അത്ര എളുപ്പത്തിൽ റൂട്ടുകളും ഒന്നും ഒരു ഫംഗ്ഷൻ്റെ ഒരു പോളിനോമിയൽ റൂട്ടുകൾ അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ക്വാഡ്രാറ്റിക്കിൻ്റെയും ക്യൂബിക്കിൻ്റെയൊക്കെ പിന്നെയും വഴികളുണ്ട്. ഹയർ ഡിഗ്രി പോളിനോമിയലിൽ വരുമ്പോൾ നമുക്ക് റൂട്ടുകൾ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അതിലൊരു മെത്തേഡ് ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ സെറ്റപ്പ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതൊരു തിയറമായിട്ട്, ഒരു കോൺസെപ്റ്റായിട്ട്, ഒരു ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ റൂട്ട്സ് ആണ്. മൾട്ടിപ്ലിസിറ്റി എങ്ങനെ മനസ്സിലാക്കാം. ഒരു റൂട്ട് എ എന്ന് പറയുന്ന റൂട്ട് 2 or 3 പ്രാവശ്യം വരും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷനിൽ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അതായത് കൺസിഡർ an algebraic equation f of x equal to 0 and let a be one of its roots. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ആൾജിബ്രായിക് ഇക്വേഷനാണ്. എ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൂട്ടാണ്. കുറേ റൂട്ടുകൾ ഉണ്ടാകും, അതിൻ്റെ ഒരു റൂട്ടാണ് എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി 2-3 കേസുകളായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓർക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ആൾജിബ്രായിക് ഇക്വേഷനുമാണ്. എ എന്ന് പറയുന്നത് ആ ആൾജിബ്രായിക് ഇക്വേഷൻ്റെ ഒരു റൂട്ടാണ്. കുറേ റൂട്ടുകളിൽ ഒരു റൂട്ടാണ് എ എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ ഇത് ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഞാൻ ജസ്റ്റ് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് എ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. നൗ കേസ് 1, മൾട്ടിപ്ലിസിറ്റി ഓഫ് എ ഈസ് 1. എ എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അതായത് എ എന്ന് പറയുന്ന റൂട്ട് ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഫോർ എക്സാമ്പിൾ എക്സ് ഒരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ സേ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇതിൽ ആദ്യത്തേൽ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഒരു പ്രാവശ്യം റൂട്ടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് 2 ഒരു സിമ്പിൾ റൂട്ട്. നമ്മൾ ഇന്നലെ പ്രോബ്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തിരുന്നു. 2 ഒരു സിമ്പിൾ റൂട്ടാണ്. ഇവിടെ നോക്കൂ, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. അവിടെ റൂട്ട്സ് ഏതൊക്കെയാണ്? 2ഉം 1ഉമാണ്. രണ്ടും തന്നെ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി, ആ റൂട്ടുകളുടെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഓക്കെ, അപ്പോൾ എ ഈസ് a root of f of x equal to 0 and its multiplicity is 1. അതായത് f of a equal to 0 ആയിരിക്കും. ഒക്കെ മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു. എഫ് ഓഫ് എ റൂട്ട് ആയതുകൊണ്ട് എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ എഫ് എക്സ് വിൽ ബി ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ. റിമൈൻഡർ തിയറം, എഫ് എക്സ് വിൽ ബി ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ. എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വിൽ ബി ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് എ ഓർ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1. ഇത് ഇവിടുത്തെ പോലെ മൾട്ടിപ്ലിസിറ്റി 1. ദെൻ എക്സ് മൈനസ് എ വിൽ ബി എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. അതിൽ ഇവിടെ എക്സ് മൈനസ് 2 ഈ ഹോൾ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ്. എക്സ് മൈനസ് എ വിൽ ബി എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. And we can write f of x equal to x minus a into g1 of x, x minus a into g1 of x എന്ന് എഴുതാൻ പറ്റും. where g1 of a not equal to 0. പ്രത്യേകം ശ്രദ്ധിക്കുക, f of a എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. അപ്പോൾ x minus a ഫാക്ടർ ആയിരിക്കും. f of x equal to x minus a into g1 of x such that g1 of a not equal to 0. അവിടെ ഇത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ g1 of a equal to 0 ആണെങ്കിൽ
എ എന്ന് പറയുന്നത് g1 of xൻ്റെ ഒരു റൂട്ടായിരിക്കും. g1 of a equal to 0 ആണെങ്കിൽ എ എന്ന് പറയുന്നത് g(x)ൻ്റെ ഒരു റൂട്ടായിരിക്കും. അതായത് x minus a will be a factor of g1 of x. ഓക്കെ, a will be a root of g1 of x, a will be a root of g1 of x, and x minus a will be a factor of g1 of x. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് എ ഇൻറ്റു സം അതർ ഫംഗ്ഷൻ. g1 of x നമുക്ക് എക്സ് മൈനസ് എ ഇൻറ്റു സം അതർ ഫംഗ്ഷൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് എപ്പോൾ g1 of a equal to 0 ആണെങ്കിൽ അപ്പോൾ a becomes a root with multiplicity 2. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്, അത് ആ a is a root with multiplicity 1, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു g1 of x വിത്ത് g1 of a നോട്ട് ഈക്വൽ ടു 0. g1 of a ഈക്വൽ ടു 0 എന്ന് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ആയി മാറും. കാരണം അത് g1ൻ്റെയും കൂടി റൂട്ടാകുമ്പോൾ എഫിൻ്റെ മൾട്ടിപ്പിൾ റൂട്ടാവും, ഡബിൾ റൂട്ടാവും. അപ്പോൾ അതുകൊണ്ട് g1 of a നോട്ട് ഈക്വൽ ടു 0 ഓർക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു g1 of x വിത്ത് g1 of a നോട്ട് ഈക്വൽ ടു 0 if a is a root with multiplicity 1. a is a root of f of x with multiplicity 1. Now f of x എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? f of x equal to x minus a into g1 of x. ഓർക്കുക, f of a equal to 0 ആണ്. ഇനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ്. f dash of x equal to പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. f dash of x equal to x minus a into g1 dash of x, ഇതിൻ്റെ ഡെറിവേറ്റീവ് x minus a into g1 dash x പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു g1 of x. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, അപ്പോൾ ഇൻറ്റു g1 of x. അപ്പോൾ f dash x ഈക്വൽ ടു x മൈനസ് എ ഇൻറ്റു g1 dash x പ്ലസ് g1 of x. അതാണ് എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇനി നോക്കുക, എഫ് ഡാഷ് ഓഫ് എ എന്താ വരുന്നത്? എഫ് ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം g1 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുമ്പോൾ എ മൈനസ് എ ഇൻറ്റു g1 ഡാഷ് എക്സ് പ്ലസ് g1 ഓഫ് എ എന്നാണ് വരിക. അപ്പോൾ g1 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 സിൻസ് g1 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഓർക്കുക, അപ്പോൾ എ എന്ന് പറയുന്നത് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 ആകുമ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എ ഈക്വൽ ടു 0. ഇതിൽ എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 1 ആകുമ്പോൾ, എയുടെ മൾട്ടിപ്ലിസിറ്റി 1 ആകുമ്പോൾ എഫ് ഓഫ് എ 0 ആവുകയും എഫ് ഡാഷ് എ നോൺ 0 ആവുകയും ചെയ്യുന്നു. ഓർക്കുക. Now case 2, a is a root with multiplicity 2. a എന്ന് പറയുന്നത് 2 ആണ്. a എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ എക്സ് മൈനസ് എയും എക്സ് മൈനസ് എയും രണ്ട് എക്സ് മൈനസ് എ ഫാക്ടറായിട്ട് വരും. അതായത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വിൽ ബി എ ഫാക്ടർ. മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അപ്പോൾ 2 പ്രാവശ്യം എ വരുന്നുണ്ട്. അപ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എ അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ വിൽ ബി എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ്, അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് മൾട്ടിപ്ലിസിറ്റി 2 ആയതുകൊണ്ടാണ് എക്സ് മൈനസ് എ 2 പ്രാവശ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഓഫ് എക്സ് വെയർ g2 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ അതേ റീസണിങ് തന്നെയാണ്. g2 ഓഫ് എ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി 3 ആകും. കാരണം ഇതിൻ്റെയും കൂടെ റൂട്ടാവും, g2ൻ്റെയും കൂടെ റൂട്ടാവും എ. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ 3 ടൈംസ് റൂട്ടായിരിക്കും. അത് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനാണ്. മൾട്ടിപ്ലിസിറ്റി 2 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഓഫ് എക്സ് വിത്ത് g2 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 2 ആണ്. ഇനി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഹിയർ യു ഗെറ്റ്, നമുക്ക് ഈ എഫ് ഓഫ് എ ഇസ് അഗെയിൻ 0. എഫ് ഓഫ് എ 0 ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിൽ എഫ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എ 0 ആണ്. ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതിൽ എ എന്ന് കൊടുത്താൽ മതി. നോ എഫ് ഡാഷ് എക്സ് നോക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഡാഷ് എക്സ് ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് എ into g2 of x, product of a function, derivative of the second function into first function plus അത് നിങ്ങൾക്ക് അറിയാവുന്ന പ്ലസ് ടൂവിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ കൂടുതൽ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു g2 ഓഫ് എക്സ്. Now what is f dash of a? f dash of a എന്ന് പറയുമ്പോൾ ഇവിടെയും 0 ആകും, ഇവിടെയും 0 ആകും. അപ്പോൾ f dash of a equal to 0. അപ്പോൾ f of a equal to 0, f dash a is also equal to 0. f of a 0 ആയി, f dash a 0 ആയി. Now ഒരു ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിക്കുകയാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഡബിൾ ഡാഷ് എക്സ് വെറുതെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മളെ ഡിഫറൻസിയേഷൻ്റെ റൂൾ വെച്ചിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു g2 ഡബിൾ ഡാഷ് എക്സ് പ്ലസ്
2 into x minus a into g2 dash x 2 അപ്പോൾ ഇതിൻ്റെ 2 into x minus a into g2 dash x എഴുതി നോക്കിയാൽ അറിയാം. തൽക്കാലത്തിന് ഇത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് യു വി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ജി എഫ് ഡാഷ് ജി പ്ലസ് ജി ഡാഷ് എഫ് എന്ന് പറയുന്ന ആ റിസൾട്ടാണ്. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു ജി ടു ഡബിൾ, ഇവിടെ ഒരു ഡാഷ് ഓൾറെഡി ഉണ്ട്, ഒരു ഡെറിവേറ്റീവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ജി ടു ഡബിൾ ഡാഷ് എക്സ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ ജി ടു ഡാഷ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ജി ടു ഡാഷ് എക്സ്, ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ദിസ് ഫംഗ്ഷൻ 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ജി ടു ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു ജി ടു ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു ജി ടു ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു അല്ല ജി ടു ഡാഷ് എക്സ് അല്ല ജി ടു എക്സ് 2 ഇൻറ്റു ജി ടു എക്സ്. ഇതിൻ്റെ ഡെറിവേറ്റീവാണ്, ഇതിൻ്റെ ഈ രണ്ടാമത്തെ ടേമിൻ്റെ ഡെറിവേറ്റീവാണ് 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ജി ടു ഡാഷ് എക്സ് പ്ലസ് 2 ഇൻറ്റു ജി ടു ഓഫ് എക്സ് 2 ഇൻറ്റു ജി ടു ഓഫ് എക്സ്. സാധാരണ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻഷ്യൽ എഴുതുന്ന പോലെയാണ്. നൗ ഓർക്കുക, ജി ടു ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ജി ടു ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൽ വാട്ട് വിൽ ബി എഫ് ഡബിൾ ഡാഷ് ഓഫ് എ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആകും, ഇവിടെ 0 ആകും, ഇവിടെയും 0 ആകും. ഓൺലി 2g2a. എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഇസ് 2g2a. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഴുതാവുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഈക്വൽ ടു 2g2 ഓഫ് എ. എഫ് ഡബിൾ ഡാഷ് എ ഈക്വൽ ടു 2g2 ഓഫ് എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നമ്മളെത്തും. 2g2 ഓഫ് എ. ബട്ട് g2 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ഇവിടെ എഴുതിയിട്ടുണ്ട്. g2 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. g2 ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തത്? എ ഈസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. തിയറി പഠിക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് അത് സീക്വൻഷ്യലി ഡിറൈവ് ചെയ്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ എന്താ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്? എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ഈക്വൽ ടു 0, ബട്ട് എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ നോക്കൂ, മൾട്ടിപ്ലിസിറ്റി 1 ആകുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ഈക്വൽ ടു 0, ബട്ട് എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ ഇത് ഞങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ ശ്രമിച്ചാലോ? മൾട്ടിപ്ലിസിറ്റി 3 ആകുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലിസിറ്റി 1 ആകുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ഈക്വൽ ടു 0, ബട്ട് എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 3 ആകുമ്പോഴോ എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ഈക്വൽ ടു 0, എഫ് ഡബിൾ ഡാഷ് എ ഈക്വൽ ടു 0, ബട്ട് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. മൾട്ടിപ്ലിസിറ്റി 4 ആകുമ്പോൾ എന്താ പറയുക? എഫ് ഓഫ് എ 0 ആയിരിക്കും, എഫ് ഡാഷ് എ 0 ആയിരിക്കും, എഫ് ഡബിൾ ഡാഷ് എ 0 ആയിരിക്കും, എഫ് ട്രിപ്പിൾ ഡാഷ് എയും 0 ആയിരിക്കും. പക്ഷേ എഫ് 4 ഓഫ് എ, ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് നോൺ 0 ആയിരിക്കും. എപ്പോൾ ഏത് വരുമ്പോൾ? നമ്മുടെ മൾട്ടിപ്ലിസിറ്റി 4 വരുമ്പോൾ. മൾട്ടിപ്ലിസിറ്റി 3 വരുമ്പോൾ ഇതാണ് വന്നത്. മൾട്ടിപ്ലിസിറ്റി 4 വരുമ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എയും 0 ആയിരിക്കും, പക്ഷേ എഫ് 4 ഓഫ് എ എന്ന് പറയുന്നത് നോൺ 0 ആയിരിക്കും. അപ്പോൾ ഇൻ ജനറലി ഇഫ് എ ഹാസ് മൾട്ടിപ്ലിസിറ്റി കെ, 4ലേക്ക് ഒന്നും ഇനി ഞാൻ ജനറലൈസ് ചെയ്യാണ്. മൾട്ടിപ്ലിസിറ്റി കെ വരുമ്പോൾ എഫ് ഓഫ് എ 0 ആയിരിക്കും, എഫ് ഡബിൾ ഡാഷ് എ 0 ആയിരിക്കും, എക്സെട്രാ കെ മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ, കെ മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ വിൽ ബി 0. പക്ഷേ kth ഡെറിവേറ്റീവ് അത് അവിടെ കണ്ടില്ലേ? ഇവിടെ നോക്കൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. മൾട്ടിപ്ലിസിറ്റി 2 വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ 0 വരുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി കെ വരുമ്പോൾ കെ മൈനസ് 1th ഡെറിവേറ്റീവ് വരെ 0 ആയിരിക്കും. kth ഡെറിവേറ്റീവ് മൾട്ടിപ്ലിസിറ്റി കെ ആണെന്ന് ഓർക്കണം. മൾട്ടിപ്ലിസിറ്റി 2 ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നോൺ 0 വന്നു. മൾട്ടിപ്ലിസിറ്റി കെ വരുമ്പോൾ kth ഡെറിവേറ്റീവ് നോൺ 0 വരും. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു റൂട്ട് തന്നെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. ഞാൻ ഫർദർ പറഞ്ഞ വീഡിയോ നീണ്ടുപോകും. ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്സിലും ഉണ്ടാകും. ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കുക. ഇത്ര മാത്രമേ ഓർക്കാവുള്ളൂ. ഇഫ് എ ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ, then if a is a root of f of x with multiplicity k, then f of a equal to 0, f dash a equal to 0, f triple dash a equal to 0, etc. f k minus 1 of a equal to 0 and f k of a not equal to 0 എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? a യുടെ മൾട്ടിപ്ലിസിറ്റി
എ എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി കെ ആയിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എഫ് ഓഫ് എ 0 ആയിരിക്കും, എഫ് ഡാഷ് എ 0 ആയിരിക്കും, അപ് ടു കെ മൈനസ് 1 ഡെറിവേറ്റീവ് വരെ 0 ആയിരിക്കും. പക്ഷേ kth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ, കെ അതായത് എഫ് കെ ഓഫ് എ, kth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ നോൺ സീറോ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എ ഇസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ. ഒന്നും കൂടെ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണുക, ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഒരു പ്രോബ്ലം ഇതുകൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് ഇ എഫ് എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് 1 ഹാസ് എ റൂട്ട് എക്സ് ഈക്വൽ ടു 1. ഫൈൻഡ് ഇറ്റ്സ് മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ, ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ് എന്ത്, എക്സ് ഈക്വൽ ടു 1. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, എങ്ങനെയാണ് മൾട്ടിപ്ലിസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കെ ആണ് മൾട്ടിപ്ലിസിറ്റി എങ്കിൽ കെ മൈനസ് 1 ഡെറിവേറ്റീവ് വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും അറ്റ് എ. kth ഡെറിവേറ്റീവ് മുതൽ നോൺ സീറോ വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് 1, എഫ് ഓഫ് 1 0 ആയി. Now what is f dash of x? ഇതാണ് f dash of x, n x raised to n minus 1 minus n. നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഡെറിവേഷൻ ആണ്, ഡിഫറൻസിയേഷൻ ആണ്. n x raised to n minus 1 minus n. f dash of 1 is again 0. f dash of 1 നോക്കിക്കോളൂ, n minus n ആയിരിക്കും വരിക, 0 ആയിരിക്കും വരിക. അപ്പോൾ f of 1 0 ആയി, f dash of 1ഉം എന്തായി, 0 ആയി. Now f double dash എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിനെ ഒരു പ്രാവശ്യം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താ വരുന്നത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ആണ് വരുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 1 0 ആയി, എഫ് ഡാഷ് ഓഫ് 1 0 ആയി, പക്ഷേ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താ, നോൺ 0 വന്നു. അതിൻ്റെ അർത്ഥം ഇത് പ്രകാരം 1 വിൽ ബി എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. ഡബിൾ ഡാഷ് സെക്കൻഡ് ഡെറിവേറ്റീവ് മുതൽ നോൺ 0 വന്നില്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയി, എഫ് ഓഫ് 1ഉം 0 ആയി, പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് മുതൽ നോൺ 0 വന്നു. അതുകൊണ്ട് ഇറ്റ് വിൽ ബി എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. എഫ് ഓഫ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ഇസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2. വളരെ സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ്. ഞാനത് ഡിറൈവ് ചെയ്ത് ഒരു സീക്വൻഷ്യലായിട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. വെറുതെ ഈ റിസൾട്ട് മാത്രം പറഞ്ഞാൽ മതി, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക്, ഡെപ്തിൽ പഠിക്കുന്നവർക്ക് കുറച്ചും കൂടി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത് പറയാൻ പോകുന്ന ഒരു തിയറമാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു തിയറം തന്നെയാണ്, വളരെ എളുപ്പമുള്ള ഒരു തിയറം. അതായത് ഇഫ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിത്ത് റിയൽ കോഎഫിഷ്യൻസ്, മറന്നു വെറുതെ അറിയാതെ വിട്ടുപോയതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് എൻ ആൾജിബ്രായിക് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആൻഡ് ഇറ്റ് ഹാസ് ഇമാജിനറി റൂട്ട് a plus ib with multiplicity k, then its conjugate a minus ib is also a root of f of x equal to 0 with same multiplicity. That is, complex roots occur as conjugate pairs with the same multiplicity. അപ്പോൾ f of x എന്ന് പറയുന്ന അല്ലെങ്കിൽ f of x equal to 0 എന്ന് പറയുന്ന ആൾജിബ്രായിക് ഇക്വേഷൻ്റെ ഒരു റൂട്ടാണ് a plus ib. കോംപ്ലക്സ് ആണ്, a plus ib, കോംപ്ലക്സ് a plus ib. ആൾജിബ്രായിക് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആണ്, a plus ib. അങ്ങനെയാണ്, ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്ലിസിറ്റി ഈസ് കെ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ഐ ബിയും എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0ൻ്റെ റൂട്ടായിരിക്കും വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ എ പ്ലസ് ഐ ബി ഒരു പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻറ്റിൻ്റെ റൂട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, വിത്ത് റിയൽ കോഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അത് മാറിയാൽ സംഭവം മാറും. അപ്പോൾ എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് ആൻ ആൾജിബ്രായിക് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0 വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ദെൻ എ മൈനസ് ഐ ബി ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി. എ പ്ലസ് ഐ ബി റൂട്ട് ആണെങ്കിൽ എ മൈനസ് ഐ ബിയും റൂട്ട് ആയിരിക്കും, മൾട്ടിപ്ലിസിറ്റിയും രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. അതായത് എ പ്ലസ് ഐ ബി 10 പ്രാവശ്യം റൂട്ട് ആവുന്നുണ്ടെങ്കിൽ എ മൈനസ് ഐ ബിയും 10 പ്രാവശ്യം റൂട്ടാകും. എ പ്ലസ് ഐ ബി ഒരു പ്രാവശ്യം റൂട്ട് ആവുന്നുള്ളൂ എങ്കിൽ എ മൈനസ് ഐ ബിയും ഒരു പ്രാവശ്യമേ റൂട്ടാവുകയുള്ളൂ. അതാണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. ഇതിൽ ഈ തിയറം പ്രൂവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവിടെ വീണ്ടും എടുത്ത് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് വീണ്ടും ആ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും വേറൊരു ക്ലാസ്, 2-3 ക്ലാസ് വേണ്ടി വരും. അപ്പോൾ ആ ടെക്സ്റ്റ്, ആ ഫസ്റ്റ് ചാപ്റ്റർ +2 പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മുന്നേ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ ആ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, ഈ പറഞ്ഞ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് വീണ്ടും പ്രൂവ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. നൗ പ്രൂഫിലേക്ക് പോവാം. ലെറ്റ് എഫ് ഓഫ്, അപ്പോൾ എന്താ ഓർക്കേണ്ടത്? എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് എ പ്ലസ് ഐ ബി, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കെ ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ഐ ബിയും അതിൻ്റെ റൂട്ടാണ് വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ. അത് നമ്മുടെ പോളിനോമിയലാണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ. ഗിവൺ എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ.
എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി കെ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എ പ്ലസ് ഐ ബി എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ്, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കെ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്ലിസിറ്റി കെ ആണെന്ന് ഓർക്കണം, ഈ കാര്യം ഒന്നും കൂടെ ഓർക്കുക. അപ്പോൾ എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0, എയുടെ സ്ഥാനത്ത് എ പ്ലസ് ഐ ബി ആകും. എഫ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 എക്സെട്ര. എഫ് കെ മൈനസ് 1 ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 ബട്ട് എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി നോട്ട് ഈക്വൽ ടു 0. അതാണ് മൾട്ടിപ്ലിസിറ്റി കെ വന്നാൽ ഉള്ള ഡെഫിനിഷൻ, അല്ലെങ്കിൽ വന്നാലുള്ള ഐഡിയ. എഫ് ഓഫ് എ പ്ലസ് ഐ ബി 0 ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി 0 ആയിരിക്കും, അപ് ടു എഫ് കെ മൈനസ് 1 ഓഫ് എ പ്ലസ് ഐ ബി അതും കൂടി 0 ആയിരിക്കും. പക്ഷേ എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി എന്തായിരിക്കും? നോൺ 0 വരും. ഓക്കെ, അത് ഓർക്കുക. നൗ ആസ് എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ദിസ് പർട്ടിക്കുലർ പോളിനോമിയൽ, നമുക്ക് എന്തെഴുതാം? ഇതിൽ എക്സിന് പകരം ഇത് കൊടുക്കുക. അപ്പോൾ എ നോട്ട് ഇൻറ്റു എ പ്ലസ് ഐ ബി ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ഐ ബി ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര. ഇതിൽ വെറുതെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എ നോട്ട് ഇൻറ്റു എ പ്ലസ് ഐ ബി ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ഐ ബി ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഈക്വൽ ടു 0 ബിക്കോസ് എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ റൂട്ടാണ് എ പ്ലസ് ഐ ബി. അപ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എ പ്ലസ് ഐ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 നമുക്ക് കിട്ടും. എൽ എച്ച് എസ് ആർ എച്ച് എസ് സെയിം ആയിരിക്കും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എ നോട്ട് ഇൻറ്റു എ പ്ലസ് ഐ ബി ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ഐ ബി ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര എ എൻ ഈക്വൽ ടു 0. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും കോൺജുഗേറ്റ് എടുക്കുകയാണ്. രണ്ട് ഭാഗത്തും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗമാണ് കോംപ്ലക്സ് പാർട്ടായിട്ട് എൽ എച്ച് എസിൽ കിടക്കുന്നത്. ഇത് 0 എന്ന് പറയുന്നത് ആർ എച്ച് എസിലുള്ളതാണ്, അതിൻ്റെ കോൺജുഗേറ്റ് 0 തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഹോൾ ബാർ എടുക്കുകയാണ്. ഹോൾ ബാർ എടുക്കുമ്പോൾ ദിസ് ഹോൾ ബാർ എന്ന് പറയുന്ന ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇതിനെ മാത്രം നമ്മൾ കോൺജുഗേറ്റ് ആക്കിയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു റിസൾട്ടാണ്. ഈ ഹോൾ ടേമിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമ്മൾ വേറെ സിംപ്ലിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അത് എന്ത് തന്നെയാണ്, ഈ ഓരോ കോംപ്ലക്സ് നമ്പറുടെയും കോൺജുഗേറ്റ് വെറുതെ എടുത്താൽ മതി. അപ്പോൾ അതൊരു റിസൾട്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എ നോട്ട് ഇൻറ്റു എ മൈനസ് ഐ ബി ഹോൾ റേസ് ടു എൻ ഇതിൻ്റെ കോൺജുഗേറ്റ് പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ഐ ബി ഹോൾ റേസ് ടു എൻ മൈനസ് 1. എ നോട്ടിൻ്റെ കോൺജുഗേറ്റ് എടുക്കണ്ടേ എന്ന് ചോദിക്കും. എ നോട്ട് ഒരു റിയൽ നമ്പറാണ്, അതിൻ്റെ കോൺജുഗേറ്റ് അത് തന്നെയാണ്. അപ്പം എ നോട്ട് എന്ന് തന്നെ എഴുതിയാൽ മതി. രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുത്തപ്പോൾ എ നോട്ട് ഇൻറ്റു എ മൈനസ്, അപ്പോൾ എ പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്, എ മൈനസ് ഐ ബി ഹോൾ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ഐ ബി ഹോൾ റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര അപ് ടു എ എൻ ഈക്വൽ ടു 0. 0ൻ്റെ കോൺജുഗേറ്റ് 0 തന്നെയാണ്. രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുത്തപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ആവുകയും ചെയ്തു, ഇവിടെ 0 ആവുകയും. 0ക്ക് വ്യത്യാസം വരില്ല. 0 കോൺജുഗേറ്റ് 0 ഇറ്റ് സെൽഫ്. സി ദ പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ഫസ്റ്റ് ചാപ്റ്റർ. ചാപ്റ്റർ 1 അത് കിടക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, ഇങ്ങനെ കോൺജുഗേറ്റ് എടുക്കുമ്പോഴുള്ള എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. നമുക്കത് ആവശ്യമില്ല, ഇപ്പോൾ ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു പോവേ വേണ്ടു. അപ്പോൾ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുത്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതിനർത്ഥം എന്താണ്? ഈ സിംപ്ലിഫിക്കേഷൻ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0 എന്നാണ്. എഫ് ഓഫ് എക്സിൽ എ മൈനസ് ഐ ബി കൊടുത്ത് കിട്ടിയിട്ടുള്ള സാധനമാണത്. എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0. എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0. അതായത് എ മൈനസ് ഐ ബി ഈസ് ഓൾസോ എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? എ പ്ലസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ. അതിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കോൺജുഗേറ്റ് എടുത്തു. ഇവിടെ കോൺജുഗേറ്റ് എടുത്തപ്പോൾ എന്ത് കിട്ടി? ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എ മൈനസ് ഐ ബി ആണ്. അപ്പോൾ എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0 വിച്ച് മീൻസ് എ മൈനസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇനി അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതേപോലെ തന്നെ നോക്കുക, നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 അവിടെ കോൺജുഗേറ്റ് എടുക്കുക. ഇതേപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്. എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? എഫ് ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0. ഇത് ഇവിടെ കോൺജുഗേറ്റ് എടുത്താൽ മതി. കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വേറെ ഫംഗ്ഷൻ എന്താണെന്നൊന്നും അറിയണ്ട, അത് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്. എഫ് ഡാഷ് ഓഫ് എ അല്ലെങ്കിൽ ജി ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ജി ഓഫ് എ മൈനസ് ഐ ബിയും 0 ആയിരിക്കും എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0 രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുത്തു. അടുത്ത് എന്താ വരുന്നത്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു 0 ആണ്. അതായത് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0 എക്സെട്ര എഫ് കെ മൈനസ് 1 ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0. അതായത് എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ്, മാത്രമല്ല അത് ഇതിന്ന് കിട്ടുന്നതാണ് എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0. അപ്പോൾ എ മൈനസ് ഐ ബി റൂട്ടാവുകയും ചെയ്യുന്നു, മാത്രമല്ല എഫ് ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി 0 ആണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി 0 ആണ്, എക്സെട്ര എഫ് കെ മൈനസ് 1 ഓഫ് എ മൈനസ് ഐ ബി അതും 0 ആണ് എന്ന് നമുക്ക് അതേ റീസണിങ് വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നൗ
എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി എന്താണ് എന്നും കൂടിയാണ് നമുക്ക് അല്ല എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി എന്താണെന്നും കൂടിയാണ് നമ്മൾ ശ്രമിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം മൾട്ടിപ്ലിസിറ്റി കെ അല്ലേ, അപ്പോൾ കെത്തെ ഡെറിവേറ്റീവ് 0 നോൺ 0 ആയിരിക്കും. എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു എ പ്ലസ് ഐ ബി, ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി എന്നെടുക്കുകയാണ്. എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി നോൺ 0 ആണ്. അതായത് എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി എ പ്ലസ് ഐ ബി എന്നെടുക്കുകയാണ്. എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഇവിടെ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുക. ഇവിടെ രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു എ മൈനസ് ഐ ബി. എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു എ മൈനസ് ഐ ബി. As a plus ib not equal to 0, we get a minus ib also not equal to 0. അതായത് എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി നോൺ 0 ആണ്. അപ്പോൾ നമ്മൾ എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബിയെ ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി എന്നെടുത്തു. നോൺ 0 ആയതുകൊണ്ട് അങ്ങനെ എടുക്കാം. എ 0 അല്ലല്ലോ, എ പ്ലസ് ഐ ബി. എ ബി എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ എഫ് കെ ഓഫ് എ പ്ലസ് ഐ ബി ഈസ് ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി. രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി ഈസ് എ മൈനസ് ഐ ബി. എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി ഈസ് എ മൈനസ് ഐ ബി. എ പ്ലസ് ഐ ബി നോൺ 0 ആണ്. എഫ് കെ നോൺ 0 ആയതുകൊണ്ട് എ പ്ലസ് ഐ ബി നോൺ 0 ആണ്. അതുകൊണ്ട് എ മൈനസ് ഐ ബിയും നോൺ 0 ആയിരിക്കും. അതായത് എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ എന്താ കിട്ടിയത്? സോ വി ഗെറ്റ് എഫ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0, എഫ് ഡാഷ് ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0, എക്സെട്ര. എഫ് കെ മൈനസ് 1 ഓഫ് എ മൈനസ് ഐ ബി ഈക്വൽ ടു 0, ബട്ട് എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി നോട്ട് ഈക്വൽ ടു 0. ബട്ട് അത് ഒന്നുകൂടെ എഴുതാണ് കേട്ടോ. ബട്ട് എഫ് കെ ഓഫ് എ മൈനസ് ഐ ബി നോട്ട് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? എ മൈനസ് ഐ ബി ഈസ് എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ. അപ്പോൾ എ പ്ലസ് ഐ ബി എ റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ ആയതുകൊണ്ട് നമ്മളെവിടെ അത് ഉപയോഗിച്ച് നമ്മളെവിടെ വരെ എത്തി? എ മൈനസ് ഐ ബി ഈസ് എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് മൾട്ടിപ്ലിസിറ്റി കെ. കൺഫ്യൂഷൻ ഉള്ളതല്ല, ഇതിൽ ആ കൂടി ഉള്ളത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും കൂടെ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ പ്രൂഫ് ഞാൻ വീണ്ടും പറഞ്ഞ സമയം കളയുന്നില്ല. ദിസ് ഈസ് എ പ്രൂഫ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിയറം. അതായത് എഫ് ഓഫ് എക്സ് ഇക്വൽ 0 എന്ന് പറയുന്ന ഒരു റിയൽ കോഎഫിഷ്യൻസ് ഉള്ള ഒരു അൾജിബ്രാക്ക് ഇക്വേഷൻ ആണ്. എ പ്ലസ് ഐ ബി അതിൻ്റെ റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബിയും അതിൻ്റെ റൂട്ടായിരിക്കും വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി എന്നുള്ള റിസൾട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഇനി ഒരു ചെറിയൊരു റിമാർക്കും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ മുകളിലത്തെ തിയറം പ്രകാരം എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ റൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് കോൺജുഗേറ്റും റൂട്ടായിരിക്കും. കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ആസ് കോൺജുഗേറ്റ് പെയർസ്. അപ്പോൾ എപ്പോഴും എത്ര കോംപ്ലക്സ് റൂട്ടുകൾ ഒരു ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസിന് ഉണ്ടാകും? എ പ്ലസ് ഐ ബി മാത്രമല്ല, എ മൈനസ് ഐ ബിയും വരും. സി പ്ലസ് ഐ ഡി മാത്രമല്ല, സി മൈനസ് ഐ ഡിയും വരും. അപ്പം മൊത്തത്തിൽ എത്ര റൂട്ടുകളാണ് ഉണ്ടാകുക? ഈവൺ നമ്പർ ഓഫ് റൂട്ട്സ് ആണ് ഒരു റിയൽ ഒരു എഫ് ഓഫ് എക്സിന് എപ്പോഴും ഒരു പോളിനോമിയലിന് റിയൽ നമ്പർ ഓഫ് റൂട്ട്സേ ഉണ്ടാവുകയുള്ളൂ. ഈവൺ നമ്പർ ഓഫ് റൂട്ട്സേ ഉണ്ടാവുകയുള്ളൂ. ഓഡ് നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഒരു പോളിനോമിയലിലും വിത്ത് റിയൽ കോഎഫിഷ്യൻസിന് ഉണ്ടാവില്ല. അപ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഇറ്റ് വിൽ ഹാവ് ഈവൺ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ്. കാരണം ഇതാണ്, എ പ്ലസ് ഐ ബി റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബി റൂട്ടാണ്, സി പ്ലസ് ഐ ഡി റൂട്ടാണെങ്കിൽ സി മൈനസ് ഐ ഡി റൂട്ടാണ്. ഇപ്പോൾ 2 2 2 ആയിട്ടാണ് വരുന്നത്. കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ്, അനദർ കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ്. അപ്പോൾ എപ്പോഴും നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഇൻ ദ കേസ് ഓഫ് പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഈസ് ഓൾവേസ് ഈവൺ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡ്യൂ ടു ദ എബവ് തിയറം വി കൺക്ലൂഡ് ദാറ്റ് ദ നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ഓർക്കുക വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഈവൺ. നമ്മൾ ഈവൺ ആയതുകൊണ്ട് സേ 2s എന്നെടുത്തു. 2s ആണ്, എസ് എന്തോ ആയിക്കോട്ടെ, ഈവൺ നമ്പർ ആണല്ലോ. 2s ഇസ് ഓൾവേസ് ഈവൺ. ഇഫ് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഇസ് ആർ, അപ്പോൾ റിയൽ റൂട്ട്സിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എത്ര വേണമെങ്കിൽ ഈവണോ ഓഡ് എന്ത് വേണമെങ്കിൽ ആകാം. കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ 2s ആണ് നമ്പർ ഓഫ് കോംപ്ലക്സ് റൂട്ട്സ്, ആർ ആണ് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഇസ് ആർ. ദെൻ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആർ പ്ലസ് 2s ഈക്വൽ ടു എൻ. റൂട്ടുകളുടെ എണ്ണവും ഡിഗ്രിയും സെയിം ആയിരിക്കും. ആർ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്, എന്നാണ് ഇവിടെ ഡിഗ്രി വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സും സെയിം ആയിരിക്കും. അപ്പോൾ ആർ പ്ലസ് 2s ഈക്വൽ ടു എൻ. ഇനി ഇഫ് എൻ ഈസ് എൻ ഓഡ് നമ്പർ, ഇഫ് എൻ, അപ്പോൾ ഡിഗ്രി ഒരു ഓഡ് നമ്പറാണ്, എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി ഓഡാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആർ പ്ലസ് എസ് ഈക്വൽ ടു എൻ ആയതുകൊണ്ട് എൻ ഓഡാണ്, 2s ഈവൺ ആണ്, ആർ ഓഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇഫ് എൻ ഈസ് എൻ ഓഡ് നമ്പർ, അതായത് എഫ് ഓഫ് എക്സ് ഹാസ് എൻ ഓഡ് ഡിഗ്രി, ദെൻ ആർ വിൽ ബി എൻ ഓഡ് നമ്പർ, അതായത് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് വിൽ ബി എൻ ഓഡ് നമ്പർ. ഇഫ് എൻ ഈസ് ഓഡ് ദെൻ ആർ ഈസ് ഓൾസോ ഓഡ്. ആർ ഓഡ് ആണെന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് ആർ എത്രയാണ്? 1 ആണ്. മിനിമം വാല്യൂ
ഓഡ് നമ്പറിൻ്റെ മിനിമം വാല്യൂ 6 ഓഡാണ് അതിൻ്റെ അപ്പോൾ മിനിമം വാല്യൂ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ മിനിമം ഓഡ് നമ്പർ 1 ആയിരിക്കും. ഓഡ് 0നെ നമ്മൾ ഓഡോ ഈവനായിട്ടോ കണക്കാക്കിയിട്ടില്ലേ. അപ്പോൾ R is always R if n is odd, if degree of f of x is odd, then number of real roots will be odd. Number of real roots will be odd എന്ന് പറഞ്ഞാൽ it will be minimum 1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? Therefore every real polynomial with odd degree has at least one real root. അതൊരു ചെറിയൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊറോളറി പോലത്തെ ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ 0 എന്ന് പറയുന്നത് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻ്റ് ആണ്. അതിന് ഡിഗ്രി n ആണ്, n ഓഡ് ആണ് എങ്കിൽ അതിന് ഒരു റിയൽ റൂട്ടെങ്കിലും ഉണ്ടാകും എന്നുള്ള റിസൾട്ടും കൂടെ ഇതിൻ്റെ കൊറോളറി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എൻ്റെ റീസണിംഗ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. വീഡിയോ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ റീസണിംഗ് എന്താണെന്നുള്ളത് അറിയാം. ഇനി വീണ്ടും ഞാൻ പറയുന്നില്ല, ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോൻ്റെ. ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് മൾട്ടിപ്ലിസിറ്റി ഓഫ് റൂട്ട്സ്. അതായത് എപ്പോഴാണ് മൾട്ടിപ്പിൾ റൂട്ട്സ് വരുന്നത്, അല്ലെങ്കിൽ ഒരു റൂട്ട് മൾട്ടിപ്പിൾ റൂട്ടാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും, പിന്നെ ഒരു ചെറിയൊരു തിയറമാണ് പറഞ്ഞത്. എ പ്ലസ് ഐ ബി ഒരു റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബിയും ആ പോളിനോമിയലിൻ്റെ തന്നെ റൂട്ടായിരിക്കും, പ്രൊവൈഡഡ് ദാറ്റ് പോളിനോമിയൽ ഹാസ് റിയൽ കോഎഫിഷ്യൻസ്. കോംപ്ലക്സ് കോഎഫിഷ്യൻസ് വന്നാൽ വ്യത്യാസം വരും, ഇത് ട്രൂ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ 4th ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സെക്ഷൻ കൂടിയാണ് ഇനി 4th ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത്. വരുന്ന അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. തൽക്കാലത്തിന് ബൈ.